എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. വീടൊക്കെ വൃത്തിയാക്കുന്നത് അങ്ങനെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അത് നമ്മുടെ ഒരു പൂപ്പിക്കുഞ്ഞുണ്ടായിരുന്നു ഇവിടെ, അതിൻ്റെ കൂടായിരുന്നു കേട്ടോ. അത് പാടില്ലാണ്ട് മരിച്ചു പോയതാണ്. പിന്നെ അതൊക്കെ എടുത്ത് മാറ്റണം, പിന്നെ ഇവിടെയൊക്കെ വൃത്തിയാക്കണം. അപ്പം നമ്മൾ 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ എറണാകുളത്തേക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വരുമ്പോൾ ഭയങ്കര ജോലി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ മൊത്തത്തിൽ ക്ലീനാക്കാം. ക്രിസ്മസൊക്കെ ആയപ്പോൾ നമ്മൾ ക്ലീനാക്കിയതാണ്. ഇവിടെ നല്ല രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ഉണക്കയിലകളൊക്കെ വീഴും. പിന്നെ പുല്ലൊക്കെ ചെത്തിപ്പറിച്ച് കളയണം. ചേട്ടായി വരുന്നതിന് മുമ്പേ ഞാനിതൊക്കെ ചെയ്ത് നല്ല കുട്ടിയായിട്ടിരിക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം സമയം 10:15 അമ്മൂസിനെ നഴ്സറിലൊക്കെ കൊണ്ടാക്കി. അപ്പോൾ അമ്മൂസ് വരുന്നതിന് മുമ്പ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അങ്ങ് പോകാനുള്ളത്, നാട്ടിൽ പോകാനുള്ള ഡ്രസ്സുകളൊക്കെ എടുത്ത് വെക്കണം. പാക്കിങ് ഉണ്ട്, വീട് മൊത്തം ക്ലീൻ ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടെ നമുക്ക് ചെത്തിപ്പറിക്കാനൊന്നും പറ്റില്ല. ഇവിടെ ചെറിയ രീതിയിൽ സിമെൻറ്റൊക്കെ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ കൈകൊണ്ട് തന്നെ കുറേ പുല്ലുകളൊക്കെ ഇങ്ങനെ പറിച്ചെടുത്തിട്ടോ. ഇവിടെ കുറേ മുറ്റമുള്ളത് കൊണ്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും മുറ്റമൊന്നും അടിക്കാറില്ല കേട്ടോ. ചെറിയ രീതിയിൽ ആഴ്ചയിൽ 2 തവണ അങ്ങനെയൊക്കെയാണ് നമ്മൾ മുറ്റം അടിക്കുന്നത് കേട്ടോ. കാരണം കല്ലും മണ്ണും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയാണ്. ചെറിയ മടിയുള്ള സ്വഭാവക്കാരത്തിയാണ് ഞാൻ കേട്ടോ. പിന്നെ നമുക്ക് സമയം ഉണ്ടാവില്ല. ഒന്നാമത് വീട്ടിലെ കാര്യങ്ങളും കൂൺ കൃഷിയും കൊച്ചിനെ നോക്കലും അങ്ങനെ നമുക്ക് സമയം ഉണ്ടാവില്ല. പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യാം. പിന്നെ നമ്മൾ ചെറിയ രീതിയിൽ ചെത്തിപ്പറക്കലൊക്കെ ആയി. ചെറിയൊരു മമ്മട്ടി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചെറിയ മമ്മട്ടിക്കാണ് ചെയ്യുന്ന കയ്യിന്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പോളം ഇങ്ങനെ വീർത്ത് വരും വലിയ മമ്മട്ടി യൂസ് ചെയ്യുമ്പോൾ. പക്ഷേ ഇതും കൊണ്ട് ചെയ്യുമ്പോൾ വേഗം വീടും പരിസരമൊക്കെ വൃത്തിയാകും. ചെറിയ മമ്മട്ടിക്ക് ഞാൻ വെട്ടി വൃത്തിയാക്കാൻ നിന്നാൽ കുറേ നേരം കിടന്ന് കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ എന്നോട് ചേട്ടായി ഇന്നലെ പറയണ്ടായിരുന്നു കേട്ടോ, നിന്നെ നാട്ടിൽ ന്യൂ ഇയർ ആഘോഷിക്കാൻ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ മുറ്റമൊക്കെ നല്ല രീതിയിൽ പുല്ലൊക്കെ ചെത്തിപ്പറിച്ച് കളയാമെന്ന്. അപ്പോൾ ഒരുപാട് മുറ്റങ്ങളുള്ളതുകൊണ്ട്, ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ഒരുപാട് മുറ്റമുള്ളതുകൊണ്ട് ഞാനും ചേട്ടായും കൂടെ ഒന്നിച്ചാണ്, ചേട്ടായി ഫ്രീ ഉള്ളപ്പോൾ ഒന്നിച്ചാണ് ആ പുല്ലൊക്കെ കളയുന്നത് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം പുള്ളി മൊത്തത്തിൽ എനിക്ക് പണിയിട്ട് തന്നു. അപ്പോൾ അങ്ങനെ പാടില്ലല്ലോ, നമ്മളെ വാശി കയറ്റാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനും വാശിക്ക് അങ്ങ് ചെയ്യുകയാണ് കേട്ടോ. പക്ഷേ ഞാൻ വിചാരിച്ചില്ല ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള പണിയാണ്. ചേട്ടായി ചെയ്യുമ്പോൾ കണ്ടിരിക്കാനൊക്കെ നല്ല രസമാണ്. ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല രസമായിരിക്കും. പക്ഷേ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ആ ഒരു വലിയയുടെ മമ്മട്ടി എടുത്ത് ചെത്താന്ന് പറഞ്ഞാലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി കേട്ടോ. കയ്യിലൊക്കെ ചെറിയ പോളമൊക്കെ വന്നു. ഞാൻ ചെറിയ മമ്മട്ടി ഉപയോഗിച്ചാണ് കൃഷികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് വലിയ മമ്മട്ടി ഉപയോഗിച്ചപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി കേട്ടോ. പിന്നെ ഞാൻ കുറേ കയ്യിനൊക്കെ പറിച്ചൊക്കെ കളഞ്ഞു. നീട്ടുള്ള പുല്ലൊക്കെ കയ്യിന് പറിച്ച് കളഞ്ഞു. ഏകദേശം 1 മണി വരെയൊക്കെ ഞാൻ നല്ല രീതിയിൽ ജോലി ചെയ്തു കേട്ടോ. അതുകൊണ്ട് ഇത്രയും ഞാൻ ക്ലീനാക്കി. ചേട്ടായി വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് കേട്ടോ. 1 മണിയൊക്കെ ആയപ്പോഴേക്കും കൈയും കാലൊക്കെ വിറച്ച് തുടങ്ങി. നല്ല രീതിയിൽ വിറവല് വന്നു കേട്ടോ. ഞാൻ ആയുധങ്ങളൊക്കെ എടുത്ത് കഴുകി വെച്ചു. ഫോണും സ്റ്റാൻഡും ഒക്കെ എടുത്തിങ്ങ് പോന്നു കേട്ടോ. ഇത്തിരി നേരം ഫാനിൻ്റെ അടിയിൽ ഇരിക്കാം കിടക്കാമെന്നൊക്കെ വിചാരിച്ചാൽ വന്നേ. അപ്പോഴേക്കും 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴേക്കും ചേട്ടായി വരുമല്ലോ എന്ന് വിചാരിച്ച് കൈമുഖമൊക്കെ കഴുകി വന്നപ്പോഴേക്കും ആൾ വീട്ടിലെത്തിയിട്ടാ. എന്ത് പണിയെടുത്താലും വലിയ വൃത്തിയായിട്ടില്ലാത്ത രീതിയിൽ വീട്ടിൽ നിന്നോളണം എന്നുള്ളതാണ് ആളുടെ ഡിസിഷൻ. അപ്പോൾ ഞങ്ങൾ ചോറ് കഴിക്കുകയാണ്. വന്നപ്പോൾ തന്നെ ചേട്ടായി ഫോൺ വിളിക്കാൻ തുടങ്ങി കേട്ടോ. കൂട്ടുകാരെയൊക്കെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കറികൾ: മോരുചാറ്, മീൻ വറുത്തത്, ചെമ്മീൻ റോസ്റ്റ്. ഭക്ഷണമൊക്കെ നല്ല രീതിയിൽ കഴിച്ച് ചേട്ടായി കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. ഞാൻ വൈകുന്നേരം ആയപ്പോഴേക്കും എണീറ്റു. 2:30 ആയപ്പോഴേക്കും എണീറ്റ് അമ്മൂസിനെ പോയി കൊണ്ടുവരാമെന്നുള്ള പ്ലാനിലാണ് കേട്ടോ. മുടി നല്ല രീതിയിൽ പോയിട്ടുണ്ട്. എങ്ങനെ കെട്ടിയിട്ട് എനിക്കൊരു തൃപ്തിയാവുന്നില്ല. എല്ലാവരും കൂടി വാരി വലിച്ചതാ ഇങ്ങനെ ഒരു കെട്ടിയിട്ട് നമ്മൾ പോവാണ് കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ ലുക്ക്. ഒരുപാട് മുടി പോയിട്ടുണ്ട്. തൈറോയിഡൊക്കെ ആയി ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് കുറേ മുടി പോയിട്ടുണ്ട്. പിന്നെ കാച്ചി എണ്ണയൊക്കെ പുരട്ടിയപ്പോൾ മുടി പോലെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വണ്ടി. ഇതിലാണ് ഞാൻ അമ്മൂസൊക്കെ കറങ്ങാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ സൂപ്പർ മാർക്കറ്റിലെത്തിയിട്ട് നമ്മൾ ബട്ടർ നോക്കുകയാണ്. ചേട്ടായിക്ക് അൺസാൾട്ടഡ് ബട്ടറാണ് പറ്റുള്ളൂ. ബട്ടറിൽ പോലും ഉപ്പ് കൂടുതലാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അന്നേരം ഞാൻ ഏതാണെന്നൊന്നും നോക്കിയില്ല. നല്ല കമ്പനി നോക്കി ഡേറ്റ് നോക്കിയൊക്കെയാണ് ഞാൻ മിൽമയുടെ തന്നെ എടുത്തു. ബട്ടർ എടുത്തു, മയോണൈസ് എടുത്തു, കെച്ചപ്പ് എടുത്തു. ഇതെല്ലാം വാങ്ങിച്ചതിന് ശേഷം നമ്മൾ നേരെ നഴ്സറിയിലേക്ക് പോവാണ് കേട്ടോ. നഴ്സറിയിൽ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ ആൾ പുറത്തിറങ്ങി നിൽപ്പുണ്ടായിരുന്നു. മമ്മി എന്നും പറഞ്ഞുകൊണ്ട് ഓടി വന്നായിരുന്നു കേട്ടോ. എൻ്റെ നഴ്സറിയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വീട്ടിൽ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട് അച്ഛൻ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ ഓടി വരുന്നു കേട്ടോ. മുറ്റത്ത് കുറച്ച് നേരം കളിച്ചൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഐസ്ക്രീം തരാം അമ്മൂസിന് വാ എന്ന് പറഞ്ഞപ്പോൾ അമ്മൂസ് വേഗം വരാം കേട്ടോ.
അങ്ങനെ നമ്മൾ വീട്ടിൻ്റെ അകത്ത് കയറിയിട്ട് അമ്മൂസിന് ഐസ്ക്രീം എടുത്ത് കൊടുത്തു കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിനെന്താ പറയുക, കുൽഫിയോ? ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഏലക്കായുടെ ചുവയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അമ്മൂസിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ അമ്മൂസ് ഒരു സ്പൂൺ വായിൽ വെച്ചതിന് ശേഷം ആകെ ഒരു സ്പൂണ് എനിക്ക് അവളത് തന്നോളൂ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ഒരേ ഒരു സ്പൂൺ മാത്രമേ എനിക്ക് തന്നോളൂ കേട്ടോ. പിന്നെ ഞാൻ അമ്മൂസിനെ കൂടി തല്ലി പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് എനിക്കെന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഇത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ചതാണ്. ഡയമണ്ട് എന്നൊക്കെ പറയും, ചെറിയൊരു മധുരമുള്ള സ്നാക്കാണ് കേട്ടോ. വീട്ടിൽ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് അതിൻ്റേതായിട്ടുള്ള രുചി ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും വീട്ടിലുണ്ടാക്കി വെക്കുന്നത്. ഇഷ്ടം മാത്രമല്ല കേട്ടോ, അലർജി ഉള്ളതുകൊണ്ടാണ് മിക്ക സംഭവങ്ങളും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് കേട്ടോ. കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ പോവാണ്. ചേട്ടായിക്കും അമ്മൂസിനും മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഡയമണ്ട് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനത് കഴിച്ചു. വലിയ വിശപ്പൊന്നും ഉണ്ടാവില്ല. ഒരുപാട് ജോലിയൊക്കെ എടുത്ത് കഴിയുമ്പോഴാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുന്നത്, വിശപ്പൊക്കെ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഞാൻ അധികം ഭക്ഷണമൊന്നും കഴിക്കാറില്ല കേട്ടോ. ഇത് ഞാനൊരു ഇംഗ്ലീഷ് ചാനലിൽ കണ്ട ഒരു റെസിപ്പിയാണ്. യൂട്യൂബ് ചാനലിൽ തന്നെയാണ് കണ്ടത് കേട്ടോ. പുഴുങ്ങിയ മുട്ടയും ക്യാപ്സിക്കും ക്യാബേജും ക്യാരറ്റും സവോളയും എല്ലാവരും കൂടി മിക്സ് ചെയ്ത് മയോണൈസൊക്കെ ഇട്ട് ബ്രെഡിനകത്ത് വെച്ചിട്ട് ബട്ടറൊക്കെ ഇട്ട് മുരിയിച്ചെടുക്കുന്ന ഒരു സംഭവം കേട്ടോ. നമുക്കിതിന് പേരെന്ത് ചെയ്യാം, എന്തിടാം, എന്ത് വേണമെങ്കിലും വിളിക്കാം. എഗ് ബർഗറെന്നോ വെജിറ്റബിൾ ബർഗറെന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ മയോണൈസൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാനും ചേട്ടായൊക്കെ അങ്ങനെ പുറത്തൊന്നും വലിയ ഭക്ഷണങ്ങൾ കഴിക്കാറില്ല. നമ്മൾ വീട്ടിലും ഇങ്ങനത്തെ സംഭവങ്ങൾ വെച്ച് നമ്മൾ ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ എന്തോരം ഇടണം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ചേട്ടായിനോട് ചോദിച്ചപ്പോൾ കുറച്ചിട്ടാൽ മതി, ആദ്യമായിട്ടാണ് കഴിക്കുന്നതല്ലോ. അപ്പോൾ അതിൻ്റെ രുചി എന്താണ് എന്നൊന്നും ചേട്ടായി പറഞ്ഞു. ഇത് മറ്റേ അൽഫാമിൽ കൂടിയൊക്കെ കഴിക്കുന്ന സംഭവമാണെന്ന് പറഞ്ഞു. എന്നാലും എനിക്ക് ഒരു തൃപ്തി ഇല്ലായിരുന്നു. ചേട്ടായി കുറച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെയും കുടഞ്ഞിടുമായിരുന്നു. എന്ത് സാധനമായാലും അതിൻ്റെ ആവശ്യത്തിന് നമ്മൾ ഇടണമല്ലോ. അതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പും പുളിയൊക്കെ അതിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വെജിറ്റബിളിൻ്റെ മയോണൈസാണ് വാങ്ങിച്ചത് കേട്ടോ. അതിന് ശേഷം നമ്മൾ 4 ബ്രെഡിലാണ് നമ്മൾ കെച്ചപ്പും ഈ മിക്സൊക്കെ ചേർത്ത് 4 ബ്രെഡിൽ 2 സെറ്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അമ്മൂസിനെ കാണിച്ചു കഴിഞ്ഞാൽ അവൾ ആ കെച്ചപ്പ് മൊത്തം കഴിച്ച് തീർക്കും. അതുകൊണ്ട് ആൾക്ക് നമ്മൾ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവൾ അവിടെ ഇരുന്ന് കാർട്ടൂൺ കാണുകയാണ്. അപ്പോൾ 4 ബ്രെഡ് കൊണ്ട് 2 സെറ്റാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു ബ്രെഡിൽ നമ്മൾ കെച്ചപ്പ് പുരട്ടി വെച്ചതിന് ശേഷം മറ്റേ ബ്രെഡിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മിക്സും കൂടി ചെയ്തങ്ങ് വെക്കുകയാണ് കേട്ടോ. അതിന് ശേഷം രണ്ടും കൂടി ഒന്നിച്ച് ബർഗർ മാതിരി രണ്ട് സൈഡും കൂടി ഒന്നിച്ച് വെച്ചതിന് ശേഷം ചെറിയൊരു പാനിലിട്ട് നമുക്ക് ബട്ടറൊക്കെ തേച്ച് മൊരിയിച്ചെടുക്കാം എന്നുള്ളതാണ് നമ്മൾക്ക് ഇനിയുള്ളൊരു ജോലി എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ ചായ കുടിക്ക് വേണ്ടിയിട്ടുള്ള ചായ തന്നെ ഞാൻ ആദ്യമേ തന്നെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത് വെറുതെ ഒന്ന് ബട്ടറിലിട്ട് ചൂടാക്കി എടുത്താൽ മതിയല്ലോ. ഇത് ചൂടോടുകൂടി കഴിക്കുമ്പോഴായിരിക്കും അതിൻ്റെ ടേസ്റ്റ് അല്ലോ. ബ്രെഡ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഇത് കഴിച്ചുകൂടാ. ബ്രെഡ് കഴിക്കുമ്പോൾ ശരീരത്തിൽ അലർജിയാണ്. നല്ല രീതിയിൽ ശരീരം ഇങ്ങനെ വീർത്ത് വരും. അമ്മൂസിനെ പ്രസവിച്ചതിന് ശേഷമാണ് കേട്ടോ എനിക്ക് അങ്ങനത്തെ ഒരു അലർജിയും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. എന്തോ ചെറിയൊരു ഇഞ്ചക്ഷൻ തന്നതാണ്. അപ്പോൾ പിന്നീട് എനിക്ക് പുറത്തത്തെ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് മെഡിസിനൊക്കെ നമ്മൾ ട്രൈ ചെയ്തു കേട്ടോ. പക്ഷേ ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. ഇപ്പം നമ്മൾ ഹോമിയോയിലാണ് നോക്കുന്നത്. ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അലർജിക്ക് വേണ്ടിയിട്ടുള്ള മരുന്നിനെ കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരാം കേട്ടോ. കുറേ നാളായി ഞാൻ പുറത്തത്തെ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റാണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. കേക്കായാലും ബർത്ത്ഡേ കേക്കായാലും എനിക്ക് കഴിക്കാൻ പറ്റില്ല. ബ്രെഡോ ഗോതമ്പിൻ്റെയോ അങ്ങനെ ഒന്നും കഴിച്ചുകൂടാ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചേട്ടായിക്ക് മാത്രമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചേട്ടായി അമ്മൂസ് ചിലപ്പോൾ കഴിച്ചാൽ കഴിച്ചിട്ടോ. അമ്മൂസിന് വേണ്ടിയിട്ടെന്നുള്ളൊരു രീതിയിൽ ഉണ്ടാക്കുന്നില്ല. കാരണം അവൾക്ക് ചില ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെട്ടാലേ അവൾ കഴിക്കുള്ളൂ. നമ്മൾ നിർബന്ധിച്ചാൽ ആൾ ഭയങ്കരമായിട്ട് കരയും, ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കും. അച്ഛനും അമ്മയും വളർത്തുന്നതുകൊണ്ട് ഞങ്ങളങ്ങനെ അധികം ചീത്ത ഒന്നും പറയാറില്ല. നമ്മളൊന്ന് ചെറിയ രീതിയിൽ ചീത്ത പറഞ്ഞാൽ തന്നെ ഭയങ്കരമായിട്ട് കരഞ്ഞ് ബഹളം ഉണ്ടാക്കി കളയും. പിന്നെ നമുക്ക് തന്നെ സങ്കടമാകും. നമ്മൾ കുഞ്ഞിനെ
ചീത്ത പറഞ്ഞിട്ട് അവൾ കരഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമ്മൾ തന്നെ അവളെ പുന്നാരിപ്പിക്കണമല്ലോ. അതുകൊണ്ട് നമ്മളധികം ദേഷ്യപ്പെടാറില്ല. ആളുടെ ഇഷ്ടത്തിന് ആൾ വളരട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒരു കൺട്രോൾ ചെയ്ത് നമ്മൾ പോവാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ടി വിയുടെ കാര്യത്തിലായാലും ആൾക്ക് ചെറിയ ചെറിയ നിർബന്ധങ്ങളുണ്ട്. അധികം നമ്മൾ ഫോൺ യൂസ് ചെയ്യാൻ കൊടുക്കാറില്ല. നമ്മൾ യൂട്യൂബ് കണക്ട് ചെയ്തിട്ട് ടി വിയിൽ വെച്ച് കൊടുക്കാറാണ് പതിവ് കേട്ടോ. അപ്പോൾ അതത്ര നല്ലതാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ നമ്മുടെ കുഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുക. അവൾ നല്ല രീതിയിൽ സ്വഭാവങ്ങളായാലും നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ പടം വരയ്ക്കുന്നുണ്ട്. അവളുടേതായിട്ടുള്ള കഴിവിൽ അവൾ എൻജോയ് ചെയ്ത് പോവാണ് കേട്ടോ. അപ്പോൾ ചായ തിളപ്പിച്ച് അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. 2 ബ്രെഡും 2 സൈഡും നമ്മൾ ബട്ടറൊക്കെ നന്നായിട്ട് തേച്ച് നല്ല രീതിയിൽ മൊരിയിച്ചെടുക്കണം. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് നാളെ നമ്മൾ എറണാകുളത്തേക്ക് പോവുകയാണ്. എറണാകുളം ചെറായി ബീച്ചിലാണ് കേട്ടോ നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ പോകുന്നത്. എറണാകുളത്തൊക്കെ ഉള്ളവർ മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കുക കേട്ടോ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല നമുക്ക് നമ്മളുടെ ഓരോരോ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ നമ്മളെന്ത് ചെയ്തു അല്ലേ, നമ്മളെന്ത് ആഘോഷങ്ങളിൽ പങ്കെടുത്തു എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നേരാണ്. അല്ലെങ്കിൽ കാലങ്ങൾ കഴിഞ്ഞ് പോകുമ്പോൾ എൻ്റെ ചെറുപ്പത്തിലെ നമ്മളെന്ത് ചെയ്തു എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. അങ്ങനെ ഒരു സങ്കടങ്ങളൊന്നും ആയിരിക്കും വേണ്ട. എല്ലാവരും ഈ നിമിഷങ്ങൾ ഓരോ നിമിഷവും മാക്സിമം എൻജോയ് ചെയ്യുക കേട്ടോ. ആരോടും ദേഷ്യവും വൈരാഗ്യവും ഒന്നും ഇല്ലാണ്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുക കേട്ടോ. അമ്മൂസിനെ നമ്മളൊരു കോലുമിഠായി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ കോലുമിഠായി ഇങ്ങനെ നക്കി നടക്കുകയാണ്. അവൾക്ക് ഭക്ഷണത്തിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. എന്നെപ്പോലെ തന്നെയാണ്. എന്തെങ്കിലും കിട്ടിയാൽ മതി, പിന്നെ വേറൊന്നും വേണ്ട കേട്ടോ. ആൾ കുറച്ച് നേരം ഇരുന്ന് കാർട്ടൂണൊക്കെ കാണുകയാണ്. കരിഞ്ഞു പോയിട്ടില്ല, ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും ചേട്ടായിക്ക് ഹാപ്പിയാണ്. നീ വിഷം ഉണ്ടാക്കി തന്നാലും ഞാൻ തിന്നും എന്നൊക്കെ പറയും കേട്ടോ. പക്ഷേ അങ്ങനെയൊന്നും നമ്മൾ ഉണ്ടാക്കി കൊടുക്കില്ലല്ലോ, നമ്മുടെ ചങ്കല്ലേ. ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ ചേട്ടായിനെ ചോദിക്കുകയാണ്. എനിക്ക് ഒട്ടും ടേസ്റ്റ് ചെയ്തുകൂടാ. ജസ്റ്റ് കഴിച്ച് കഴിയുമ്പോൾ ചേട്ടായി പറഞ്ഞു നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉപ്പും പുളിയും ഒന്നും ആൾക്ക് വലിയ ഇഷ്ടമല്ല. ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര ടേസ്റ്റാണ്. ചേട്ടായി പറയാൻ കടയിൽ നിന്ന് വാങ്ങുന്ന ടേസ്റ്റൊക്കെ ഉണ്ടടി, കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടെന്ന് എത്ര പറഞ്ഞിട്ടും എനിക്ക് തൃപ്തിയാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെയും ഇങ്ങനെ ചോദിക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ കുളിച്ച് യാത്രയായി നമ്മൾ കുളിച്ച് വിളക്കൊക്കെ വെക്കണമല്ലോ. വൈകുന്നേരം ഒന്നും മുറ്റത്തേക്ക് ഇറങ്ങി. ഇപ്പോൾ ബാക്ക് സൈഡാണ്, നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണിത്. ബാക്കിലോട്ട് നമ്മളെപ്പോൾ ഡോറ് തുറന്നാലും ഈ പൂച്ച അപ്പോൾ ഓടി വരും. ഈ പൂച്ചയുടെ വിചാരം ഞാൻ മീൻ വെട്ടിയിട്ട് മീത്തിൻ്റെ തല ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വാതിൽ തുറക്കുന്നതെന്നാണ്. നമ്മൾ രാവിലെ മാത്രമാണ് മീൻ വെട്ടിയിട്ട് മീത്തിൻ്റെ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ അടുക്കള കൃഷിയാണ്. ചെറിയ രീതിയിൽ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പീച്ചിങ്ങയാണ്, നമ്മുടെ നാട്ടിൽ പീച്ചിങ്ങ എന്നാണ് പറയുന്നത്. ഓരോ നാട്ടിലും ഓരോ രീതിയിലാണല്ലോ വർത്തമാനം അത് സംസാരിക്കുന്നത്. അത് മത്തങ്ങയാണ് കേട്ടോ. മത്തങ്ങ ആയിട്ടുണ്ട്. അപ്പോൾ മത്തങ്ങ പറിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുറകിലോട്ട് വന്നത് കേട്ടോ. രാത്രി എന്തെങ്കിലുമൊക്കെ മത്തങ്ങയും കൊണ്ട് ഉണ്ടാക്കാം. പിന്നെ ഇത് ഇനി 2 ദിവസവും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയി വരുമ്പോഴേക്കും ഇത് ചിലപ്പോൾ ഇല്ലാണ്ടായി പോകും. അപ്പോൾ നമ്മൾ പോണേക്കും തന്നെ കട്ട് ചെയ്തെടുക്കാം. പകുതി അപ്പുറത്തെ വല്യമ്മക്ക് കൊടുക്കാം, ബാക്കി പകുതി നമുക്ക് യൂസ് ചെയ്യാം. നല്ല വലിയ രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കും ചേട്ടായിക്കും ഭയങ്കര സന്തോഷമായി. നമ്മൾ കൃഷി ചെയ്തിട്ട് നമ്മുടെ മുറ്റത്ത് കുറച്ച് പച്ചക്കറികൾ അതെടുത്ത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുക, അത് നമ്മൾ കഴിക്കുക, അതൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. ചേട്ടായിക്ക് ഇഷ്ടമാണ് ഈ വക കാര്യങ്ങളൊക്കെ. ചേട്ടായിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എന്ത് ചെയ്താലും എല്ലാത്തിലും ഫുൾ സപ്പോർട്ടാണ് ആൾ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ചേട്ടായിയുടെ സന്തോഷം കാണുമ്പോൾ ഞാൻ എന്തെങ്കിലും ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ പോലും ചേട്ടായി സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. ചേട്ടായിക്ക് ഭയങ്കര സന്തോഷമായി. കൈ നിറയെ വലിയൊരു മത്തങ്ങ കിട്ടി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ നമ്മളുടെ ഒരു കൊച്ചു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇനി എന്തെങ്കിലും എറണാകുളത്ത് നമ്മളുടെ ആരെങ്കിലും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണാം. എല്ലാവരും എൻജോയ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ബൈ.